ഹരികുമാർ വ്യക്തിപരമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരാളായിരുന്നു ഞാനുമായിട്ട്. എനിക്ക് ഞാൻ ചെന്നൈയിൽ താമസിക്കുന്ന കാലം മുതൽ അദ്ദേഹത്തിൻ്റെ അമ്പൽപ്പൂ എന്ന് പറഞ്ഞ ഫസ്റ്റ് പടം അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന കാലം മുതലുള്ളൊരു അടുപ്പമാണ്. പിന്നീട് അയനം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഡയറക്റ്റ് ചെയ്ത പടത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ജോൺ പോളാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. അപ്പോൾ ആ കാലത്തും അതിനുശേഷവും ഞാൻ സംവിധായകനായി. പിന്നീടും സ്ഥിരമായിട്ട് അദ്ദേഹമായിട്ടുള്ളൊരു അടുപ്പം സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ ഗീതാഞ്ജലി എൻ്റെ കൂടെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും കൂടി ഒരു ബന്ധമുണ്ട്. ഹരികുമാറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കോംപ്രമൈസിനൊന്നും നിൽക്കാത്തൊരു സംവിധായകനാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് എപ്പോഴും പറയുന്നൊരു കാര്യം അതായിരുന്നു. കാരണം ഒരു സിനിമ സാമ്പത്തിക വിജയം നേടാൻ വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്യുക, അങ്ങനെ അല്ലെങ്കിൽ അത്തരം സിനിമകൾ ചെയ്യുക, അതിനു വേണ്ടിയിട്ട് ഒരിക്കലും പുള്ളി നിന്നിട്ടില്ല. പുള്ളിയുടേതായ ഒരു കാഴ്ചപ്പാടിൽ അദ്ദേഹം സിനിമ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്നെ സാഹിത്യകൃതിയുടെ സിനിമയൊക്കെയുള്ള ഒരു ശ്രമം ആദ്യകാലം മുതൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സുഹൃതം MTയുടെ തിരക്കഥയിലൊരു സിനിമ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, MTയെ സംബന്ധിച്ചോളം ആത്മകഥാപരമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണുള്ളത്. അപ്പോൾ ആ സബ്ജക്റ്റ് ചെയ്യാനായിട്ട് ഹരികുമാറിനെ അദ്ദേഹം ഏൽപ്പിച്ചു എന്ന് പറയുന്നത് ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ഹരികുമാറിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാത്രമല്ല ആ സിനിമ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ മികച്ച കുറേ സിനിമകളുണ്ട്. ഇപ്പോൾ ആദ്യകാലത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകൾ ഒരു സ്വകാര്യം എന്ന് പറഞ്ഞിട്ട് പടമൊക്കെയുണ്ട്. അത് ആ കാലഘട്ടത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു യൂത്തിൻ്റെ എന്നാൽ വളരെ സത്യസന്ധമായിട്ട് ചെയ്തൊരു സിനിമയാണ്. പിൽക്കാലത്തും അദ്ദേഹം ചെയ്തിട്ടുള്ള കുറേ സിനിമകൾ നമുക്ക് അങ്ങനെ ഓർക്കാൻ കഴിയും. ഇപ്പോൾ ലോഹിദാസിൻ്റെ കൂടെ ഉദ്യാനപാലകൻ ചെയ്തു, പിന്നെ ശ്രീനിവാസൻ്റെ കൂടെ സ്വയംവര പന്തലി ചെയ്തു. അപ്പോൾ അങ്ങനെ നല്ല തിരക്കഥാകൃത്തുക്കളുടെ തിരക്കഥ എടുത്ത് സിനിമ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം സ്വന്തമായിട്ട് തിരക്കഥ എഴുതിയിട്ട് കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അവസാനം ക്ലിൻറ്റ് എന്ന് പറയുന്ന സിനിമ ചെയ്തു. ഏറ്റവും ലാസ്റ്റ് സിനിമ M. മുകുന്ദൻ്റെ ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ. അപ്പോൾ M. മുകുന്ദൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതുന്നു എന്നൊക്കെ പറയുന്നത് അദ്ദേഹം അങ്ങനെയാണ്, ആ രീതിയിലാണ് പുള്ളി. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ എപ്പോഴും അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല എന്ന് വെച്ചാൽ പുള്ളിക്കൊരു തിരക്കില്ല. ഒരു തപസ്സുമാരി ഇങ്ങനെ ഒരു സിനിമയുടെ പുറകെ ഇങ്ങനെ സഞ്ചരിക്കുക. അതൊരു എഴുത്തുകാരൻ എപ്പോൾ എഴുതി കൊടുക്കും അതനുസരിച്ച് ഷൂട്ട് ചെയ്യുക. ഒരു താരത്തിൻ്റെ പുറകെ പോകാറില്ല. പക്ഷേ എന്നാൽ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ മലയാളത്തിലെ മിക്കവാറും എല്ലാ താരങ്ങളും പ്രധാനപ്പെട്ട താരങ്ങളും, ഇപ്പോൾ മമ്മൂട്ടി തന്നെ കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. ഇപ്പോൾ സുഹൃത്തും, അയനം, ഒരു സ്വകാര്യം, അങ്ങനെ കുറേ സിനിമകളിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട്. നെൽമുടി വേണു ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ മിക്കവാറും മലയാളത്തിലെ എല്ലാ താരങ്ങളും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കുകയും അതുപോലെ തന്നെ മികച്ച ടെക്നീഷ്യൻസിനെ വെച്ചിട്ട് സിനിമ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ പിന്നെ സാഹിത്യമായിട്ട് നല്ല ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരുപാട് വായിക്കുന്ന ഒരാളായിരുന്നു. അതിലുപരിയായിട്ട് അദ്ദേഹം നാഷണൽ അവാർഡ് ജൂറിയിലുണ്ടായിരുന്നു, ഇന്ത്യൻ പനോരമ ജൂറിയിലുണ്ടായിരുന്നു, സ്റ്റേറ്റ് അവാർഡിൻ്റെ ജൂറിയിലുണ്ടായിട്ടുണ്ട് പലതവണ. അപ്പോൾ അങ്ങനെയും സിനിമയെ എല്ലാ വർഷവും ഫിലിം ഫെസ്റ്റിവലിൽ സ്ഥിരമായിട്ട് സിനിമകൾ കാണാൻ വരികയും നല്ല സിനിമയുടെ എന്നും ആഭിമുഖ്യം പുലർത്തുന്ന ഒരു ഫിലിം മേക്കറായിരുന്നു ഹരികുമാർ. വ്യക്തിപരമായിട്ടും ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരാൾ തന്നെയായിരുന്നു. പിന്നെ ഈ സംഘടനാ കാര്യങ്ങളിൽ ഇപ്പോൾ മാക്ടയുടെ ചെയർമാനായിരുന്നു അദ്ദേഹം കുറച്ചു കാലം. പിന്നെ ഫെഫ്ക എന്ന് പറയുന്ന സംഘടനകളായിട്ട്, ചലച്ചിത്ര സംഘടനകളായിട്ടൊക്കെ നിരന്തരം ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നൊരു വ്യക്തിയാണ്.